മാഷു സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശംസാറിന്റെ വീട്ടിലാണ്. അപ്പൊ നമ്മുടെ വേണിയും മുത്തശ്ശിയും ഇങ്ങനെ കുറെ നേരമായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആരെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ് രണ്ടുപേരും. അപ്പോഴാണ് നമ്മുടെ നന്ദിനി അമ്മയും പ്രൊഫസറൂടെ അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പൊ വേഗം തന്നെ എഴുന്നേറ്റ് രണ്ടുപേരും വളരെ ആകാംക്ഷയിലിരിക്കുകയാണ്. പ്രൊഫസറെ, നന്ദിനിയമ്മേ, എന്തായി കാര്യങ്ങള്? ഗൗരിയെ കണ്ടോ? അവളോട് സംസാരിച്ചോ? എന്നിങ്ങനെ കുറെ പ്രശ്നം ചോദിക്കുകയാണ്. പ്രൊഫസറെ, ചോദിച്ചത് കേട്ടില്ലേ ആരതി? അമ്മയ്ക്കുള്ള ഇൻസല്ല നീ ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ നന്ദിനി ഒരു കവറ് ആരതിക്ക് കൊടുത്തു. കുടിക്കാൻ കുറച്ച് വെള്ളം താ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആരതി നേരെ അകത്തേക്ക് കയറി അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ വേണി ഇങ്ങനെ ആകാംക്ഷ നിൽക്കുക, ഗൗരി എന്താ പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട്. ഗൗരി മോളെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും മിണ്ടണില്ലല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചു മുത്തശ്ശി. അതാ ഞാനും ആലോചിക്കണത്. അപ്പൊ കുറെ നേരം നിന്നിട്ട് പ്രൊഫസർ, അമ്മേ, ഗൗരിയെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതെന്തു പറ്റി പ്രൊഫസറെ എന്ന് ചോദിച്ചു. അപ്പം പ്രൊഫസർ ഒന്നും മിണ്ടുന്നില്ല. എന്നെ ജയിലിൽ വിസിറ്റേഴ്സിനെ അനുവദിക്കുന്ന ഒരു ദിവസമായിരുന്നല്ലോ, അത് ഞങ്ങളെ കാണണമെന്നും ഞങ്ങളോട് സംസാരിക്കണമെന്നും അവക്കൂടെ തോന്നണ്ടേ വേണി? അല്ലാതെ പിന്നെ അപ്പൊ പ്രൊഫസറിനെയും നന്ദിനിയമ്മയും കാണാൻ താല്പര്യമില്ലെന്ന് ഗൗരി പറഞ്ഞോ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ? അതെ, പ്രൊഫസറും നന്ദിനിയമ്മയും വിഷമിക്കണ്ട കേട്ടോ. അതെ, ചിലപ്പോ നിങ്ങളെ കണ്ട വിഷമാവും എന്ന് കരുതിയിട്ടായിരിക്കും ഗൗരി ചിലപ്പോ കാണാതെ ഇരുന്നത്. വേണിമോളെ, ഗൗരി ഞങ്ങൾക്ക് മുഖം തരാതിരുന്നിട്ട് എന്താ കാര്യം? നന്ദിനിയമ്മ വിഷമിക്കല്ലേ നന്ദിനിയമ്മേ, സങ്കടപ്പെടാതെ. ശങ്കറാണ് ആ പണം അവക്ക് നൽകിയത് എന്ന് പറഞ്ഞാല് അവക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം. അവള് അത് ചെയ്യാതെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാ വേണി സങ്കടപ്പെടാതിരിക്കുന്നത്? നന്ദിനിയമ്മ എന്തായി പറഞ്ഞത് എന്ന് ചോദിച്ചോ. ഇപ്പം അമ്മ ഒരമ്മയുടെ ഭാഗത്തു നിന്ന് മാത്രമാ ചിന്തിക്കുന്നത്. നന്ദിനിയമ്മ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോഴേ അമ്മയ്ക്ക് ഗൗരിനെ മനസ്സിലാവുള്ളൂ. വേണി, ദേ, ഗൗരി ഗർഭിണി ആയതുപോലും അവള് ഇപ്പൊ ഓർക്കുന്നതേ ഇല്ല. അവന്റെ ഭ്രാന്തമായ സ്നേഹത്തിൽ ഭ്രമിച്ച് അവളുടെയും അവളുടെ കുഞ്ഞിന്റെയും ഭാവി അവള് മറന്നു പോയിരിക്കുക. ചില സമയത്ത് നമ്മൾ പ്രായോഗികമായ ജീവിതത്തെ കാണാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ തോറ്റുപോകും. അവളിപ്പോ ചിന്തിക്കേണ്ടത് അവളുടെ ഭാവിയെ പറ്റി മാത്രമാണ്, അവളുടെ കുഞ്ഞിന്റെ ഭാവിയെ പറ്റിയാണ്. ഒന്നും ചിന്തിക്കുന്നില്ല, അവള് രക്ഷപ്പെടാൻ പോലും ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ നന്ദിനി അമ്മ സങ്കടപ്പെടുന്നത്. അപ്പൊ വേണി കുറെ നേരം ഇത് കേട്ട് കഴിഞ്ഞ ശേഷം അപ്പൊ അതെ, എന്റെ ആദർശേട്ടൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ദിവസം നന്ദിനി അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു വേണി. അപ്പൊ വേണിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പൊ ഗൗരിയുടെ കാര്യം വന്നപ്പോ നന്ദിനി അമ്മ പറഞ്ഞത് കേട്ടില്ലേ, സ്വന്തം ഭാവി നോക്കണം, രക്ഷപ്പെടണം എന്നൊക്കെ. പക്ഷേങ്കില് നന്ദിനിയമ്മ ഒരു കാര്യം മറന്നുപോയിട്ടോ. അന്നേ എന്റെ ഇതേ ഡയലോഗ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ. വേണിമോളെ, നിനക്ക് രക്ഷപ്പെടണ്ടേ എന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചതാ. അതെ, ആദർശനെ ഉപേക്ഷിച്ച് വേണമെങ്കിൽ എനിക്കെന്റെ ഭാവി നോക്കി രക്ഷപ്പെടാമായിരുന്നു. നന്ദിനിയമ്മ പറഞ്ഞതുപോലെ പ്രായോഗികമായ ജീവിതത്തെ കാണാൻ വേണ്ടിട്ടേ എനിക്കറിയാത്തത് കൊണ്ടാ നന്ദിനിയമ്മേ എനിക്ക് അന്ന് അങ്ങനെ പറ്റിപ്പോയത്. ഞാൻ ആദർശനെ ഉപേക്ഷിച്ച് പോവാതിരുന്നത്. ഇപ്പൊ നന്ദിനിയമ്മയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ വേണി കരയാണ്. ഞാന് അന്ന് ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി അല്ലേ നന്ദിനിയമ്മേ? മകന് വേണ്ടി ത്യാഗം സഹിക്കണം, പക്ഷേ സ്വന്തം മോളുടെ കാര്യം വരുമ്പോ അവളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ പാടില്ല അല്ലേ നന്ദിനിയമ്മേ? രണ്ടുപേർക്കും രണ്ട് നീതി. അങ്ങനെയല്ലേ നന്ദിനിയമ്മ ഇപ്പൊ മനസ്സിൽ വന്നിരിക്കുന്നത്? ഇപ്പൊ ഇത്രയും നേരം സ്നേഹം കാണിച്ചതെല്ലാം നന്ദിനിയുടെ വെറും വേസ്റ്റ് ആയി പോയി എന്നുള്ളതാ സത്യം. വേണി പറഞ്ഞതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം വേണി എന്നിട്ട് കരഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ നന്ദിനിയുടെ ചങ്കിനും കൊണ്ടുട്ടോ. നന്ദിനിക്ക് കാര്യമൊക്കെ മനസ്സിലായി, താൻ എന്താ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നന്ദിനിക്ക് അന്നേരമാണ് ബോധം വന്നത്. എന്നിട്ട് വേണി അകത്ത് പോയി കയറിയിരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പൊ പ്രൊഫസർ അങ്ങോട്ടേക്ക് വന്നു. മോളെ എന്ന് വിളിച്ചു. പ്രൊഫസർ വന്നത് ഞാൻ കണ്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. മോളെ വേണി, നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോട് ക്ഷമിക്ക് പ്രൊഫസറെ. ഞാൻ നന്ദിനിയമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അല്ലേ പ്രൊഫസറെ? അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ജയിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ.
പക്ഷേങ്കില് എന്റെ ഏട്ടനെ ഇങ്ങനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോ തന്നെ എനിക്ക് പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അറിയാതെ പറഞ്ഞതാ. മോളെ വേണി, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, നന്ദിനിയെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാ പ്രൊഫസറെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മനുഷ്യന്മാര് എന്താ എത്ര പെട്ടെന്നാ ഇങ്ങനെയൊക്കെ മാറിപ്പോണത്? അതെന്താ പ്രൊഫസറെ അങ്ങനെ എന്ന് ചോദിച്ചോ. നല്ല മനുഷ്യരാണ് എന്ന് കരുതുന്നവരൊക്കെ സ്വന്തം കാര്യം വരുമ്പോ ഭയങ്കര സ്വാർത്ഥരാ അല്ല പ്രൊഫസറെ? മോളെ, മനുഷ്യല്ല പൂർണ്ണമായിട്ട് നല്ലവരോ പൂർണ്ണമായിട്ട് മോശക്കാരോ അങ്ങനെ ഒരാളില്ല മോളെ. നിങ്ങളാ ഓരോ മനുഷ്യനെയും മാറ്റുന്നത്. നീ നന്ദിനിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞു. മറ്റൊന്നും വേണ്ട, രണ്ടു മക്കളുടെയും ഭാവി ഇരുളടഞ്ഞു പോകുന്നു കാണുന്ന ഒരു അമ്മയുടെ സ്ഥാനം. ആ പേടി കൊണ്ട് നന്ദിനി അമ്മയുടെ കാര്യത്തില് വേണിമോള് ആ ഒരു പരിഗണന കാണിക്കണം കേട്ടോ. പ്രൊഫസറെ, ഞാൻ നന്ദിനിയമ്മയോട് പോയി ക്ഷമ പറയാം കേട്ടോ പ്രൊഫസറെ. ഷോ, ഞാൻ ഇതൊന്നും ആലോചിക്കാതെ വെറുതെ എടുത്തുചേട്ടൻ കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞു. വേണ്ടായിരുന്നു. പാവം നന്ദിനിയമ്മയ്ക്ക് സങ്കടമായിട്ടുണ്ടാവും അല്ലേ പ്രൊഫസറെ? ഞാനേ ഇപ്പൊ തന്നെ സംസാരിച്ചിട്ട് വരാട്ടോ. വേണ്ട മോളെ എന്ന് പറഞ്ഞു പ്രൊഫസർ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് നിങ്ങൾ രണ്ടുപേരും ആ കാര്യം സംസാരിക്കേ വേണ്ട എന്ന് പറഞ്ഞു. അല്ല പ്രൊഫസറെ, എന്നാലും ഞാന് എന്ന് പറഞ്ഞു. നന്ദിനിയമ്മ എന്തായിരിക്കും വിചാരിച്ചിരിക്ക? മോളെ, ചെറിയ മുറിവുകൾ വലിയ വ്രണങ്ങളാവാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. അതുകൊണ്ട് മോള് അതിനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക നല്ലത്. അതുകൊണ്ടാ പറഞ്ഞത്. നീ അതങ്ങ് വിട്ടേക്ക് എന്ന് പ്രൊഫസർ പറഞ്ഞു. പിന്നെ നീ ചാരങ്ങാട്ടേക്ക് ഒന്ന് വിളിക്കണം. അതെന്തിനാ പ്രൊഫസറെ? എന്താ പ്രൊഫസറെ കാര്യം എന്ന് ചോദിച്ചു. ഗൗരിയുടെ ഡ്രസ്സുകള് എല്ലാം ചാരങ്ങാട്ടല്ലേ ഉള്ളത്, അതെല്ലാം ജയിലിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അവളുടെ ഡ്രസ്സുകളൊക്കെ ഇപ്പം അവിടെയല്ലേ ഉള്ളത്. നീ അവിടെ ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറ. ഞാനേ ഇപ്പൊ തന്നെ ഗൗരിയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ കമലടുത്തോട് പറയാം. അത് ഏട്ടനെ ഏൽപ്പിക്കാനും പറയാം. ശരി മോളെ, അങ്ങനെ തന്നെ ചെയ്യ എന്ന് പറഞ്ഞു. എന്നിട്ട് വേണി അങ്ങോട്ടേക്ക് പോയി. അപ്പൊ പ്രൊഫസർ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. ശങ്കര കുടിച്ചു മറിഞ്ഞ് ദേണ്ട കിടക്കുകയാണ് അവിടെ. അപ്പോഴാണ് കമല വന്നിട്ട് ശങ്കരെ ശങ്കരെ എന്ന് വിളിച്ചത്. പിടുത്തം മുഴുവൻ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയതാ തോന്നുന്നത്. അപ്പം വേഗം എഴുന്നേറ്റ് ഉണ്ടായിരുന്ന മൊത്തം വീണ്ടും കുടിക്കുകയാണ്. എന്റെ ശങ്കര, നീ എന്താ കാണിക്കുന്നത്? എടുത്തി കണ്ടില്ലേ എന്നെ കൈ വിറക്കണ കണ്ടോ എടുത്തി? അതുകൊണ്ട് കഴിക്കാതിരുന്നാൽ ശരിയാവില്ല കേട്ടോ. ഇപ്പൊ ശരിയാവും കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് എല്ലാം സെറ്റ് ആവും. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഓക്കെ ആയില്ലേ ഞാന്? ആ ഒരു വെപ്രാളം അങ്ങ് പോയി കിട്ടി. വേണി വിളിച്ചിരുന്നു. വേണി മോളോ, എന്തിനാ? ഗൗരിയുടെ ഡ്രസ്സുകള് എത്രയും വേഗം ജയിലിലെത്തിക്കണം എന്ന് പറഞ്ഞു. അത് പറയാനാ വേണി വിളിച്ചത്. ഗൗരിയുടെ ഡ്രസ്സുകള് ജയിലിലെത്തിക്കണം, കൊണ്ടു കൊടുക്കണം അല്ലേ? കൊണ്ടുകൊടുക്ക, ഇപ്പൊ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ വേഗ ശങ്കർ എഴുന്നേറ്റ് ആ അലമാരിക്കന്ന് ഡ്രസ്സ് വലിച്ച് അടിക്കുക. നീ എന്തീ കാണിക്കുന്ന എന്ന് ചോദിച്ചോ. ഏട്ടത്തിയല്ലേ പറഞ്ഞത് ഡ്രസ്സ് കൊണ്ട് കൊടുക്കണമെന്ന്? അതിപ്പോഴല്ലടാ, രാവിലെ. നീയോ? ഞാനത് പാക്ക് ചെയ്ത് തരാം. ശരി എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കറിന്റെ കയ്യിൽ നിന്ന് കുപ്പി വലിച്ചു മേടിച്ചു കമല. നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഡ്രസ്സുകൾ കൊടുക്കാനായിട്ട് രാവിലെ നീ ജയിലിലേക്ക് പോവല്ലേ, അപ്പൊ ഞാനൂടെ വന്നോട്ടെ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് തലയാട്ടി കേട്ടോ. ആള് സമ്മതിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാമിന്റെ വീട്ടിലാണ്. അപ്പൊ വക്കീല് വന്നിട്ടുണ്ട്. അപ്പൊ വക്കീലുമായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ശ്യാമേ, നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഗൗരി ഇനി എന്താ സംസാരിക്കുക എന്ന് ചോദിച്ചോ. എന്താ ശ്യാമേ, നിങ്ങൾ ഗൗരിയെ കണ്ടില്ലേ? ഞാനും നന്ദിനിയും മോളെ കാണാൻ ജയിലിൽ പോയിരുന്നു. എന്നിട്ട് ഗൗരിയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ ഗൗരി സമ്മതിച്ചോ ശങ്കറിന്റെ പേര് പറയാനായിട്ട്? അപ്പം ഇവരൊന്നും മിണ്ടണില്ല. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് വക്കീൽ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുക. എന്ത് പറഞ്ഞു ഗൗരി ചോദിച്ചല്ലേ വക്കീലെ? നമ്മുടെ പ്രൊഫസറേയും നന്ദിനിയമ്മയും കാണാൻ പോലും ഗൗരി സമ്മതിച്ചില്ല കേട്ടോ എന്ന് വക്കീലിനോട് വേണി ഇങ്ങനെ പറയാണ്. ഇങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അവളുടെ മനസ്സിൽ എന്താന്ന് ഞങ്ങൾക്ക് എന്താണേലും ഒരു പിടുത്തവും കിട്ടണില്ല. നന്ദിനി, ഗൗരി ശങ്കറിന്റെ പേര് പറഞ്ഞ അവള് രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ ശങ്കർ ജയിലിലോട്ടാവില്ലേ എന്ന് ചോദിച്ചു. മുത്തശ്ശി, ഗുണ്ടയായ ശങ്കരേട്ടന് ജയിലിൽ കിടക്കുന്ന അത്ര പുത്തിരിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു ആരതി. ആരതി മോളെ, എന്റെ ഏട്ടൻ ശങ്കർ മഹാദേവൻ വെറും ഒരു ഗുണ്ടയൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ന്യായത്തിനും നീതിക്കും വേണ്ടിയിട്ട് മാത്ര എന്റെ ഏട്ടൻ തല്ലുണ്ടാക്കിയത്. അല്ലാതെ ആരതി മോള് കരുതുന്നത് പോലെ
പണത്തിന് വേണ്ടിയിട്ട് കയ്യും കാലും വെട്ടിയെടുക്കുന്ന കൊട്ടേഷൻ ടീമൊന്നും അല്ല എന്റെ ഏട്ടൻ. ആരതി, നിനക്ക് എപ്പോ എന്താ പറയണ്ടേന്ന് അറിയില്ല അല്ലേ? നീ നിന്റെ നാവടക്ക് എന്ന് പറഞ്ഞു മുത്തശ്ശി ആരതിയോട്. ഗൗരി നിന്റെ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ഭർത്താവാണ് ശങ്കർ. അത് നീ മറന്നു പോവരുത്, മനസ്സിലായോ? അപ്പൊ വേഗം നന്ദിനിയമ്മ ഏറ്റുപിടിച്ചു. അറിയാതെ അവക്കൊരു നാക്ക് പിഴ വന്നു പോയി അമ്മേ. അമ്മ അവളെ അതിനെ കുറ്റപ്പെടുത്തണ്ട. അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളുണ്ടല്ലോ, മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നമ്മൾ ഓർക്കണം നന്ദിനി. അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാജേന്ദ്ര, ഇനിയിപ്പോ നമുക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? ഗൗരിയെ നേരിൽ കണ്ട് സംസാരിച്ചേ പറ്റൂ. അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ വക്കീലെ എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. അപ്പൊ വേണി അവിടെ നിന്നിട്ട്, നന്ദിനിയമ്മേ, ദേ ഗൗരിയുടെ അനുവാദം ഇല്ലാതെ നമുക്ക് അവളോട് സംസാരിക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാലേ, ആദർശേട്ടന്റെ കേസുമായിട്ട് ജയിലിൽ കയറി ഇറങ്ങി. ജയിലിലെ നിയമങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മള് കാണാൻ ചെല്ലണ ആൾക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവരെ കാണാൻ പറ്റില്ല നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ അങ്ങോട്ട് ഭയങ്കരമായിട്ട്. അപ്പൊ നന്ദിനി ഇങ്ങനെ രൂക്ഷമായിട്ടാണ് വേണിയെ നോക്കുന്നത്. ഇവൾ എന്താ പറയുന്നത് എന്നുള്ള മട്ടില്. അപ്പൊ കുറെ നേരം നിന്നിട്ട്, ശ്യാമിനെയും നന്ദിനിയെയും ഗൗരി കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി ശങ്കറിന്റെ പേര് പറയാൻ തയ്യാറല്ല എന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വേണി, അത് തന്നെയല്ലേ വക്കീലെ പച്ച മലയാളത്തില് ആദ്യം തന്നെ ഞാനിവിടെ വിളമ്പിയത്. ഒരു കാരണവശാലും ഗൗരി ഒരിക്കലും ശങ്കർ അല്ലെങ്കിൽ എന്റെ ഏട്ടന്റെ പേര് പറയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊന്നും ഇതുവരെ ഗൗരിയെ മനസ്സിലായിട്ടില്ലേ? വേണി, നീ ഒന്ന് നിർത്തോ എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. ചൂടായിട്ടാണ് ചോദിക്കണത്. ഗൗരി ഞങ്ങളെ കാണാൻ തയ്യാറാകാത്തത് ശങ്കറിന്റെ പേര് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് എങ്ങനെ ഉറപ്പു പറയാൻ പറ്റും? അവക്ക് ഞങ്ങളെ കാണാനുള്ള വിഷമം കൊണ്ടാണെങ്കിലോ? എന്താ, അങ്ങനെ വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം. പക്ഷേ എന്താ വക്കീലെ ഒരു പക്ഷേ എന്ന് ചോദിച്ചു. ഇക്കാര്യത്തിൽ വേണിയുടെ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പ് എന്ന് വക്കീൽ അന്നേരം തന്നെ കട്ടായം അങ്ങ് പറഞ്ഞു കേട്ടോ നന്ദിനിയമ്മയോട്. ശങ്കറിനെതിരെ ഗൗരി ഒരിക്കലും മൊഴി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വക്കീല് പറഞ്ഞു. പിന്നെ ഏതായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ശ്യാമ ഗൗരിയെ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കാം. തനിയെ പോയാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഗൗരിയുടെ ആ ഒരു നിലം ആ കൂടിക്കാഴ്ച നടന്നാൽ ഗൗരിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാലോ. രാജേന്ദ്ര, ഗൗരി എന്റെ മോളാണ്. ശങ്കറിനെ ഞാൻ എന്റെ മകന്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ അതൊരിക്കലും ശങ്കറിനെ ശിക്ഷിച്ചുകൊണ്ടും ആവാൻ പാടില്ല. അതാണ് എനിക്ക് വേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശങ്കറിനും ഗൗരിക്കും ഒരു കുഴപ്പവും വരാതെ ഗൗരിയെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ വക്കീലെ? ശമേൻ, ആരെങ്കിലും ഒരാൾ ശിക്ഷ അനുഭവിക്കാതെ ഒരു കാരണവശാലും വേറെ വഴിയില്ല. ഇത് കള്ളനോട്ട് കേസാണ് എന്ന് പറഞ്ഞു വക്കീലും. അപ്പൊ ഇനി എന്ത് ചെയ്യും? സോഴ്സ് വ്യക്തമാക്കാതെ ഗൗരിക്ക് ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വീണ്ടും ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ. എന്താ പറയുക? ഗൗരി ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല എന്നാണ് ഇവർക്ക് നന്നായി അറിയുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ വെറുതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ മഹാദേവനെയാണ്. പിറ്റേ ദിവസം ശങ്കർ ഗൗരിക്കുള്ള തുണിയൊക്കെ ആയിട്ട് ജയിലിലേക്ക് പോവാൻ റെഡി ആയിട്ട് ഇറങ്ങാണ്. അപ്പൊ രാധ അങ്ങോട്ട് വന്നിട്ട്, നീ എന്താ കണ്ണാടിയിലൊന്നും നോക്കാനല്ലേ? ആകെ കോലം കെട്ട് ഷർട്ടൊക്കെ നിനക്കൊന്ന് തേച്ചൂടെ? മുണ്ടിലതേ ചെളി, അവന്റെ തലമുടി ഒന്നും ചീകി വെക്ക്. എന്താ ശങ്കര ഇത് എന്നൊക്കെ ചോദിച്ചോ. തൊട്ട് പോലെ തന്നെ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കോലത്തിൽ നീ എങ്ങോട്ടാടാ ഈ പോണത്? ഞാൻ ജയിലിൽ പോണം, ഗൗരിക്ക് ഡ്രസ്സ് കൊടുക്കണം. ഓ, അപ്പൊ ഗൗരിയെ കാണാനായിട്ടാണോ എന്റെ മോൻ പോണത്? അവളെ കാണാനേ നീ ഈ കോലത്തിൽ തന്നെ പോയാ മതി എന്ന് പറഞ്ഞ ഈ മുടി വീണ്ടും ഉഴമ്പി വെക്കുകയാണ് നമ്മുടെ രാധ. അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അവളെ കാണട്ടെ. അവള് കാരണം എന്റെ മോനെ ഏത് അവസ്ഥയിലെത്തിയെന്ന് അവള് കണ്ണ് നിറച്ച് കാണട്ടെ. 5 സ്റ്റാർ ഫെസിലിറ്റി ജീവിക്കുന്ന ഗൗരിയെ കാണാൻ അല്ലട്ടോ അമ്മയുടെ പുന്നാര മോൻ പോകുന്നത്. എന്റെ തെറ്റുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യായ എന്റെ ഗൗരിയെ കാണാനാട്ടോ ഞാനീ പോണത്. അല്ല, കയ്യിൽ ഒരു ബാഗൊക്കെ പിടിച്ച് ഇറങ്ങി വരികയാണ് കേട്ടോ. അല്ല, ഈ മഹാറാണി എങ്ങോട്ടാണാവോ ഈ ബാഗൊക്കെ തൂക്കി പിടിച്ച് എന്ന് ചോദിച്ചു. അതെ, കമലടുത്ത് ഗൗരിയെ കാണാൻ ജയിലിലേക്ക് വരുവാ. ഓഹോ, അങ്ങനെയാണോ? നീ നിന്റെ സ്വന്തം തീരുമാനത്തില് കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചോ? ഓ, നിനക്ക് അഭിപ്രായം ഒന്നും എന്റെ ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു.
അപ്പൊ വേഗം തന്നെ എന്താ പറയാ കമല ചോദിക്കുകയാണ്, അമ്മേ ഞാൻ ഗൗരിയെ കാണാൻ ശങ്കറിനൊപ്പം പോയിക്കോട്ടെ? കള്ളനോട്ട് കേസിൽ അകത്ത് കിടക്കുന്ന അവളെ കാണാൻ നീ പോണില്ല. ഇത് കേട്ടപ്പോ തന്നെ ശങ്കറിന്റെ ശക്കല നിയന്ത്രണം നഷ്ടപ്പെട്ടു. അമ്മ എന്താ പറഞ്ഞത്? കള്ളനോട്ട് കേസിലെ പ്രതിയോ? അമ്മേ എന്റെ ഗൗരി എങ്ങനെയാ പ്രതിയായത്? എന്താ അമ്മയുടെ നാവിറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. ഇവനിങ്ങനെ ചീറി എടുക്കുന്നത് കണ്ടിട്ട് കമല വേഗം കൈക്ക് കയറി പിടിച്ചു. ശങ്കർ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോഴേക്കും നിർത്തി, അല്ലെങ്കിൽ ശങ്കർ നമ്മുടെ രാധാമണിയെ കൊന്നേനെ. ആ അവസ്ഥയിലേക്കാണ് ശങ്കറിന്റെ ആ ഒരു ആക്രോശിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് രാധാമണിയുടെ നേരെ. അപ്പൊ വേഗം തന്നെ ഇനി എന്റെ ഗൗരിയെ കുറിച്ച് ഈ വീട്ടിൽ ആരെങ്കിലും ഈ രീതിയിൽ സംസാരിച്ചാൽ ദേ ആരാണ് എന്താണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുക മുഴുവനും. അതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. എല്ലാവരും അതൊന്ന് ഓർത്ത് വെച്ചാ നല്ലത്. കമലെടുത്തി ആ ഡ്രസ്സിങ് ഇതാ എന്ന് പറഞ്ഞു. അപ്പൊ കമല ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ്. കമലെടുത്തി പേടിക്കണ്ട, അമ്മയെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ കമലെടുത്തിയോട് ഇപ്പൊ വരണ്ട എന്ന് പറഞ്ഞത്. കമലെടുത്തി ജയിലിൽ വന്നാല് കമലെടുത്തിക്ക് ഗൗരിയുടെ അവസ്ഥ കണ്ട ഒരിക്കലും അത് സഹിക്കാൻ പറ്റൂല. അത് മാത്രല്ല എന്റെ ഗൗരിക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ കമലെടുത്തി എന്ന് പറഞ്ഞു. അപ്പൊ നേരെ ശങ്കര ജയിലിലേക്ക് എത്തുകയാണ്. അപ്പൊ ജയിലിലെത്തി എന്നിട്ട് എന്റെ വടക്കുന്നാഥാ എന്ന് പറഞ്ഞ ആൾക്കൊരു ഇച്ചിരി വെളിവൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അവിടെ ചെന്നപ്പോഴത്തേനും സകല നിയന്ത്രണവും വീണ്ടും നഷ്ടപ്പെട്ടു. ബാഗൊക്കെ ആയിട്ടാ പോണത്. പോലീസുകാരാ വാതിക്കത്തിപ്പുണ്ട്. ഇവൻ നേരെ ചെന്നു. നേരെ എന്നിട്ട് അപ്പുറത്ത് മാറി ഒരു ബൈക്കില് ബാഗ് വെച്ചിട്ട് അരയിലിരുന്ന കുപ്പിയെടുത്ത് വീണ്ടും കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. വടക്കുന്നാഥാ, ഞാൻ ഗൗരി കാരണം ഇത് ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷേങ്കില് ഇപ്പൊ ഗൗരിയെ കാണണമെങ്കിൽ എനിക്കിതില്ലാണ്ട് പറ്റാതായി. എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇത് വീണ്ടും അവിടെ നിന്ന് കുടിക്കുകയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.